ഒന്നും ഇവിടെ ഇട്ടേക്കരുത്, എല്ലാം പറക്കോളണം. പിന്നെ ഈ ആക്രി സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ്. നിന്റെ നക്കാപ്പിച്ച ഇടപാടൊന്നും നടക്കൂല. സാറേ, ഞാൻ ഈ ആക്രി പറിക്ക് കിട്ടുന്ന കാശ് കൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവും ജീവിക്കണേ. സാറിനെ പോലുള്ള വലിയ വലിയ ആൾക്കാർ എനിക്ക് കടവുൾ മാതിരി. இதுக்கு 10 ரூபா போதுமா? ഇത് തരില്ല. ഓ പുതുസാ. സാറേ വേറെ ഏതാവത് കിടക്കും? സൈഡിലൊന്ന് നോക്ക്. ഓ ഓ. ഹിന്ദി ടീച്ചർ പറഞ്ഞ ഹോംവർക്ക് നീ ചെയ്തോ? അതൊക്കെ ഞാൻ എപ്പല്ലേ എഴുതി. പുളു അടിക്കണ്ട, നാളെ ടീച്ചറിന്റെ കിട്ടുമ്പോ ശരിയാവും. കൈസർ ഓ വാ വാ അപ്പാ. അമ്മ ഇത് പഴയ പാത്രങ്ങൾ എന്നാ അനക്കവേ ഇല്ല. സാറേ അങ്ങ ആരോ കിടക്കുന്നത് സാറേ, അത് സാറുടെ അമ്മാവാ? എടാ, ആക്രി പറക്കാമെന്ന നീ ആക്രി പറക്കിയാ മതി, കുടുംബകാര്യങ്ങളിൽ ഇടപെടണ്ട. ഞാൻ അപ്പഴേ പറഞ്ഞതാ ഇവന്മാരെയൊക്കെ നിർത്തേണ്ട നിലയ്ക്ക് നിർത്തണമെന്ന്. ശവങ്ങൾ. എടാ, ഞങ്ങളുടെ വീട്ടിൽ പലരും അങ്ങനെ കിടക്കും. നീ നിന്റെ കാര്യം നോക്കിയാ മതി. പോടാ. മുത്തശ്ശി 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 കിത്തശ്ശി പോവളരെ അകത്ത്. കിളവിയെടുത്ത് വരുന്നത് നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പോകത്ത്. എന്തിനാടി കുട്ടികളോട് കയറണത്? മിണ്ടാതിരുന്നോണം. ഈ എരണം കെട്ട സാധനത്തെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എടി, ഒന്നുമല്ലേലും എന്റെ അമ്മയല്ലേ. നിങ്ങളുടെ അമ്മയാണെങ്കിൽ നിങ്ങൾ തലേ ചുമന്നോട് നടന്നോ? മുറിക്കകത്ത് നല്ല നാറ്റമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ അമ്മയെ ചായ്പിലേക്ക് മാറ്റിയില്ലേ. ഇപ്പം ആക്രിക്കാരനും കണ്ടു അമ്മ എങ്ങനെ കിടത്തിയിരിക്കുന്നു. ഇടി, ഒന്നുമല്ലേ എന്റെ അമ്മയല്ലേ. അമ്മ ഈ നാറ്റം വെച്ച കിളവിയെ നിങ്ങളുടെ സഹോദരന്റെ വീട്ടിൽ കൊണ്ടാക്ക്, അവര് നോക്കട്ടെ. ഇടി, ഗണേശനോട് ഞാൻ പറഞ്ഞതാ അവിടെ കൊണ്ടാക്കാൻ. അപ്പൊ ഏണി പിടിക്കാൻ വയ്യെന്ന് അവൻ പറയുന്നു. ഇത് ശരിക്കുള്ള ഏണി തന്നെയാ. എന്റെ തലവിധി. ഈ ഏടാവുളത്തിനെയൊക്കെ ഞാനാ നോക്കുന്നത്, അത് മറക്കണ്ട. നീ നോക്കണ്ട, പ്രശ്നം തീർന്നില്ലേ? അവിടെ കിടന്ന് ചാവട്ടെ. പടച്ചോനെ, ഇങ്ങനെ പൊറണ്ടി തീർന്നില്ലേ? അതേ, കദീശാന്റെ വീട്ടിലൊന്ന് പോയിട്ട് വന്നാലോ എന്ന് ആലോചിക്കണം. കഴിഞ്ഞ ആഴ്ചയല്ലേ പോയിട്ട് വന്നത്, എന്നും പോയിട്ട് വരാൻ കായണ്ടാ? കായം പിടിച്ചോണ്ടിരുന്നിട്ട് എന്ത് ചെയ്യാനാ? മക്കളെ എപ്പോഴും കണ്ടോണ്ടിരിക്കുന്നത് ഒരു സുഖം തന്നെയല്ലേ? നമ്മുടെ മുതല് നമ്മുടെ മക്കളാ. അങ്ങനെയെങ്കിൽ അങ്ങനെ ഇനി തന്നെ പോയേക്കാം. ഇനി അതിനൊരു ബൈക്ക് വേണ്ട. അതേന്ന് ഞാൻ കണ്ണാല പാത്ത. ഈ ചേട്ടൻ പറഞ്ഞത് നേരാ. എന്റെ മുത്തശ്ശി പാവാ. നമ്മളെ അച്ഛനും അമ്മയും മുത്തശ്ശിക്ക് ഒന്നും കൊടുക്കത്തില്ല. സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഒരു പോലീസ് അങ്കിൾ ക്ലാസ് എടുക്കാൻ വന്നിരുന്നു. വയസ്സായ ആൾക്കാരെ ദൈവത്തെ പോലെ കാണണമെന്ന് പറഞ്ഞു. വീട്ടില് ഞങ്ങൾ എന്തേലും പറഞ്ഞ അച്ഛനും അമ്മയും ദേഷ്യപ്പെടും. എന്നാലും ഞങ്ങൾ ആരും കാണാതെ മുത്തശ്ശീന്റെ അടുത്ത്. നീ പറഞ്ഞതുപോലെ നമുക്ക് ആ പോലീസ് അങ്കിളിനെ ഒന്ന് പോയി കണ്ടാലോ? നന്നായി. ഇവളുടെ അപ്പാവുക്ക് രാഷ്ട്രീയക്കാരും പോലീസുകാരും നല്ല പിടിയാ. അതുകൊണ്ട് അന്ത വളിക്ക് പോക വേണ്ട. ഇല്ല, അമ്മയെ രക്ഷിക്കാനുള്ള വഴി പറ. അത് வழி இருக்கும். தோ பாரு, அது இங்க மெம்பர் தான் சொல்லும். தோ வருது நம்ம மெம்பர். வாங்க மெம்பர். மேக வணக்கம். എന്താ ഇവിടെ ഒരു വട്ടമേശ സമ്മേളനം? മെമ്പറെ, നാങ്ക എല്ലാരും അങ്ങ വന്ന് കാണാൻ വേണ്ടി ഇരുന്നത്. എന്തു പറ്റി? മുത്തശ്ശിയെ എന്റെ വീട്ടിലെ പട്ടിക്കുട്ടിലെ ചായപ്പിൽ കിടത്തേക്കുവാ. ചായപ്പിലോ? നീചപ്രവൃത്തികൾ ആര് ചെയ്താലും ഞാൻ പ്രതികരിക്കും. മെമ്പർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും, ഞാൻ വേണ്ടത് ചെയ്യാം. ഈ കാലത്തെ ഒരു പാവ അമ്മാവെ കുപ്പത്തൊട്ടിയിലെ പടുക്കണം പാക്കുമ്പോത് താങ്ക മുടിയാതെ സാർ. കടവുൾ കൂടെ താങ്ക മുടിയാതെ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കിട്ടുന്ന അവസരം മെമ്പർ പാഴാക്കരുത്. അതാ ശരി, ഞാൻ അതിനു വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ഞാൻ പഞ്ചായത്ത് ഓഫീസ് വരെ ഒന്ന് പോയി വരാം.
നമുക്കൂടി അവകാശപ്പെട്ട വീടാണത്. നിന്റെ ആങ്ങളെ മാത്രം കൈയടക്കി വെച്ചിരിക്കുന്നത് ശരിയല്ല. നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ ചേട്ടനെ കുറിച്ചൊരു അക്ഷരം വേണ്ടി പോരുത്. ആ, കാര്യമൊക്കെ ശരി തന്നെ. നിന്റെ അമ്മ, അതായത് എന്റെ അമ്മായി അമ്മ, ഇപ്പൊ പട്ടിക്കൂട്ടിലാ കിടക്കുന്നേ. ഏട്ടാമ്മയെ പൊന്നുപോലെ നോക്കുന്നത് കേട്ടാ. നിങ്ങളുടെ അനാവശ്യം പറച്ചിലിച്ചിട്ട് കൂടുന്നുണ്ട്. ഞാൻ പറയുന്ന അനാവശ്യം. അപ്പൊ നാട്ടുകാർ പറയുന്നതോ? അവസാനം നിന്റെ ജ്യേഷ്ഠൻ നിന്നെയും പറ്റിക്കും. ചേട്ടനും നാത്തൂനും ചേർന്ന് അമ്മയെ പട്ടിക്കൂട്ടിലാ കിടത്തിയിരിക്കുന്നെ. ഞാനും പറഞ്ഞു നമുക്കമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ. ഓ പിന്നെ, എനിക്ക് ഏണി പിടിക്കാൻ പറ്റത്തില്ല. ദീനം വന്ന് ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുന്ന കിളവിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ അമ്മ ഇപ്പൊ നിങ്ങൾക്ക് ദീനം എന്ന കിളവിയായല്ലേ. നിങ്ങൾ കച്ചവടം നടത്തി പൊട്ടി തകർന്നു നിന്നപ്പോ കടക്കാരുടെ കയ്യിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്താൻ എന്റെ അമ്മ വളകളും മാലകളും നിങ്ങൾക്ക് ഊരി തന്നത് മറന്നുവല്ലേ നിങ്ങൾ? അത് പിന്നെ, ഈ നാട്ടിലെ ഏറ്റവും നല്ല അധ്യാപികയായിരുന്നു എന്റെ അമ്മ. പെണ്ണ് കാണാൻ വന്നപ്പോ നിങ്ങളും നിങ്ങളുടെ അച്ഛനും ചോദിച്ച സ്ത്രീധനത്തിന്റെ ഇരട്ടി എന്റെ അമ്മ തന്നു. നിങ്ങളും പോയി കിട്ടുന്നത് വാങ്ങിച്ചോ. എന്നെ ഒന്നിനും വിളിക്കരുത്. ഒന്നും ആരും മിണ്ടാതെ മെതുവാ പോയോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അത് തന്നാണ് യോസിக்கிறேன். മെമ്പറെ കാണവേ ഇല്ലല്ലോ. ആ മെമ്പറെ നമുക്ക് ഒന്നുകൂടെ പോയി കണ്ടാലോ? മെമ്പറങ്ങൾ എന്തേലും ചെയ്യാതിരിക്കില്ല. മോളെ, അവരൊക്കെ വലിയ തിരക്കുള്ള ആൾക്കാരാ. ശരിയാ, അവർക്കൊക്കെ രാഷ്ട്രീയ വലുത്. ഗൗരി പറഞ്ഞത് നേരാ. നമ്മളിനി എന്നാ പണു? എന്ത് ചെയ്യാൻ? മെമ്പറെ പോയി കാണുക, അത്ര തന്നെ. അതിന് മെമ്പറെ വീടറിയാമോ? മെമ്പറെ വീട് എനക്ക് തെറിയും. ഞാൻ അങ്ങേ ആക്രി വാങ്ങാൻ പോയിരുന്നു. നമുക്ക് മെമ്പറിന്റെ വീട്ടിൽ പോവാം. അതുതാ ഫാളാ നീ. മെമ്പറെ കാണാ ഞങ്ങള് വീട്ടിൽ വരയരുത്. എന്താ കാര്യം? പഴയ കാര്യം തന്നെ. ഇതുവരെ ഒരു തീർപ്പം ഉണ്ടായില്ല. ഞാനത് വേണ്ടപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന ഗ്രാമസഭയിലും ഞാനത് അവതരിപ്പിക്കും. മെമ്പർക്ക് താല്പര്യമില്ലെങ്കിൽ ഞങ്ങളെ മേലെയുള്ളവരെ അറിയിപ്പിച്ചോളാം. അതൊന്നും വേണ്ടെന്നേ. വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാം. ഇത്രയും ദിവസമായിട്ട് മെമ്പർ ഒന്നും ചെയ്തില്ലല്ലോ. ഇനി ഇക്കാര്യം ഞങ്ങൾ എന്റെ പഞ്ചായത്തിൽ അറിയിച്ചോളാം. ഒരു മെമ്പർ എന്നുള്ള നിലയിൽ ഏത് പ്രശ്നത്തിനും ഞാൻ മുന്നിലുണ്ടാവും. അന്ന് മെമ്പർ പറഞ്ഞ മുഴുവൻ ഞങ്ങൾ വിശ്വസിച്ചു. അത് ഞങ്ങളുടെ തെറ്റ്. ഗൗരി അമ്മ, ഇനി മെമ്പറെ സഹായമില്ലാതെ തന്നെ നമുക്കൊന്ന് നോക്കിയാലോ? ശരിയാഗ്രഹ, അത് മതി. എന്നാ മെമ്പർ ചെല്ല്, ഗ്രാമസഭ തുടങ്ങി കാണും. വളരെ ഉപകാരം. അപ്പൊ പിന്നെ അതിന്റെ പുറകെ നടക്കാൻ പോകുന്നു. വേറെ ജോലിയില്ല മനുഷ്യന്. നിങ്ങൾ വിഷമിക്കണ്ട. അന്ത അമ്മാവെ രക്ഷപ്പെടുത്താനുള്ള ഒരു വമ്പം പണി ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെന്തോന്ന്? കപ്പൽഡിക്കാട് അണ്ണാച്ചിയോട് ഞാൻ ഈ വിവരം പറഞ്ഞായിരുന്നു. അണ്ണാച്ചി ഉടൻ തന്നെ വാത്സല്യ അനാഥാലയത്തിന്റെ നമ്പർ എനിക്ക് തന്നു. ഞാൻ അപ്പറേ അവരെ വിളിച്ച് കൂപ്പിട്ട് എന്നോട് ഇങ്ങ വെയിറ്റ് பண்ண சொன்னாரு. അവരിപ്പോ വരും കേട്ടാ. ആരാ? ഞങ്ങൾ പാലിയേറ്റീവ് സെന്ററിൽ നിന്നാണ്. എന്താ കാര്യം? വയസ്സായ ഒരാൾ മോശപ്പെട്ട സാഹചര്യത്തിൽ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി. ഇവിടെ അങ്ങനെ ആരുമില്ല. ഉണ്ട് സാറേ, ഉണ്ട് മേഡം. നാനും പാത്തேன். ഞാൻ വന്ന അമ്മയല്ലേന്ന് ചോദിച്ചപ്പോ പൊണ്ടാട്ടി മാപ്പിള കൂടെ എന്നെ തെറിയും പറഞ്ഞു. നേരെ അങ്കിളെ, നമ്മുടെ മുത്തശ്ശി അവിടെ കിടക്കുന്ന. വാ, ഞങ്ങള് കാണിച്ചു തരാം. വാങ്ങ സാർ, പാത്ത് വാങ്ങ സാർ. പാര് എല്ലാരും. മുത്തശ്ശി അമ്മേ, അമ്മേ കൂപ്പിടുங்க സാർ. എന്താ ചെയ്യും? ഒന്ന് പിടിച്ചു സാർ. ഹെൽപ്പ്. ഇതാരുടെ അമ്മയാ? എന്റെ.
ഇത്ര വൃത്തിയില്ലാത്ത സ്ഥലത്താണോ ഈ അമ്മയെ കിടത്തിയിരിക്കുന്നത്? ഏത് നേരവും ചുമയും ഛർദിയും കൂടാതെ നാറ്റവും. വീട് വൃത്തികേടാവണ്ടെന്ന് കരുതി ഞാൻ ഇവിടെ കൊണ്ടിട്ടതാ. ദുഷ്ടത്തി. സ്വന്തം അമ്മയെ ഇങ്ങനെ കിടത്താൻ നിങ്ങൾക്ക് നാണമില്ലേ? എങ്ങനെ ധൈര്യം വന്നു ഇത്? കേട്ട് പാരുங்க സാർ. അമ്മേ, ആ പിന്നെ ഈ അമ്മയെ ഞങ്ങളങ്ങ് കൊണ്ടുപോവാ. വളരെ ഉപകാരം. കൊണ്ടുവയ്ക്കോ. എടി നീ അറിഞ്ഞാ നിന്റെ അമ്മയെ അനാഥാലയക്കാർ വന്ന് കൊണ്ടുപോയെന്ന്? ഷോ എന്റെ ദൈവമേ, എന്താ ഞാൻ ഈ കേൾക്കുന്നത്? ദൈവം എല്ലാം നിന്റെ ആങ്ങളൊപ്പിച്ച പണിയാ. നിങ്ങളോടാരാ ഇത് പറഞ്ഞത്? ഈ മൊബൈലുണ്ട് വാർത്ത, നാട്ടുകാർ മുഴുവനും അറിഞ്ഞു. എന്നാലും എന്റെ അമ്മയ്ക്ക് ഗതി വന്നല്ലോ. ഷോ, എന്റെ ആങ്ങള ഇത്രയും കണ്ണിച്ചോറില്ലാത്തവനാണോ? സ്വന്തം തള്ളെ പട്ടിക്കൂട്ടി കിടത്തിനല്ലേ നിന്റെ ആങ്ങള. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടേ ഉള്ളൂ എന്റെ അമ്മ. മക്കൾക്കും മരുമക്കൾക്കും വീതിച്ച് തന്നിട്ടേ ഉള്ളൂ. എനിക്കും വിഷമമില്ലാച്ചിട്ടല്ല. നമുക്കമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാലോ? ഒന്നും രണ്ടും ഒക്കെ കിടന്ന കിടപ്പിലെന്നാ അറിഞ്ഞത്. നിങ്ങളുടെ അമ്മയായിരുന്നെങ്കിലോ? നിങ്ങളിപ്പോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരായിരുന്നില്ലേ? വയ്യാണ്ടായി കഴിഞ്ഞാൽ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ വേണം ജീവിക്കാൻ. വൃത്തിയും വെടുപ്പും ഇല്ലാത്തതിനെ ഇവിടെ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കൂല. നാളെ നമ്മളും വയസ്സാകും. അപ്പോ നമ്മുടെ മക്കള് നമ്മളെയും തള്ളി പറയും. അതുകൊണ്ടല്ലേ ഇത്രയും കാലമായിട്ടും ഒരു കുഞ്ഞിനെ നമുക്ക് ദൈവം തരാത്തത്? തോളയും കാണുന്നില്ല, കാരാൻ പറഞ്ഞ നൂല്, കണ്ണും കാണുന്നില്ല, നൂലും കാണുന്നില്ല. അല്ല, നിങ്ങൾ അറിഞ്ഞ എന്തോന്ന്? നമ്മുടെ ശാരദ ടീച്ചറിനെ ഏതോ അനാഥാലയത്തിലുള്ള ആൾക്കാർ വന്ന് കൊണ്ടുപോയെന്ന്. അനാഥാലയോ? ഇതെന്തോന്നായി പറയണത്? അതേന്ന്, ഞാൻ പീടികയിൽ പോയി വരുന്നേരം നമ്മുടെ തെങ്ങമ്മ കയറുന്ന സുരേന്ദ്രനാണ് നമ്മളോട് ഈ കാര്യം പറഞ്ഞത്. എങ്ങനെ ജീവിച്ചൊരു സ്ത്രീയാ? പാവം ടീച്ചറമ്മയുടെ ഒരു വിധിയെ. എന്തോരം പിള്ളേരെ ടീച്ചറമ്മ പഠിപ്പിച്ചേന്. പിന്നെ ടീച്ചറമ്മ പഠിപ്പിച്ച പിള്ളേരൊക്കെ ഇന്ന് നല്ല നിലയിലെത്തി. കാലം പോണൊരു പോക്കെ വയസ്സാവുമ്പോ തന്റെയും തള്ളയും വൃദ്ധാശ്രമത്തിൽ കൊണ്ട് തള്ളുന്ന മക്കളും. ഹലോ, മിസ്റ്റർ ഉത്തമനല്ലേ? അതെ. ഇത് പാലിയേറ്റീവ് സെന്ററിൽ നിന്നാ. ആ, നിങ്ങളുടെ അമ്മയെ ഇവിടെ കൊണ്ടുവന്നാക്കിയിരുന്നു? അതെ, ആക്കിയിരുന്നു. പിന്നെ എന്തായി, എങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിച്ചായിരുന്നോ? ഇല്ല, ഇടയ്ക്ക് വരാൻ പറ്റിയില്ല. അത്യാവശ്യം. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ വരെ വരണം. സീരിയസ് ആണ്. അതെ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അത്യാവശ്യമുള്ളത് പാലിയേറ്റീവ് കയറിനാ. എന്താ? നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. എന്തോ അത്യാവശ്യമുണ്ട്. ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും. ഹലോ, ഞാനാ ഉത്തമൻ. അളിയനോ? അമ്മയ്ക്ക് എന്തോ സീരിയസ് ആണോ? വിളി കേട്ടിട്ട് മരിച്ചു. ഓ ശരി അളിയാ, റീത്ത് ഞാൻ മേടിച്ചോളാം. കർമ്മത്തിനുള്ള സാധനങ്ങളും കോടിമുണ്ടും അളിയൻ മേടിച്ചോ. ഞാൻ ഉടനെ എത്താന്ന്. ശരി. എടി, അളിയനാ വിളിച്ചത്. നിന്റെ അമ്മയ്ക്ക് എന്താ സീരിയസ് ആണെന്ന്. ഈശ്വര, എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി? മരിച്ചു എന്ന് തന്നെയാ അളിയൻ പറഞ്ഞത്. റീത്ത് സാധനങ്ങളുമായി ഞാൻ അങ്ങോട്ട് പോവാം. നീ വീട്ടിലേക്ക് പോയി പട്ടിയും കോഴിയും കൂട്ടിലാക്കിയിട്ട് വേഗം വാ. ചേട്ടാ, ഒരു കോടിമുണ്ടും കർമ്മത്തിനുള്ള സാധനങ്ങൾ വേണം. എളുപ്പം വേണം. ആരാ പഠിച്ചേ? വകയിലുള്ളൊരു സ്ത്രീയാ. ഇതിരിക്കട്ടെ. ശരി. ഡോക്ടറെ, ഞങ്ങൾ വൈകിട്ടില്ലല്ലോ. ഇടയ്ക്ക് ഞങ്ങളൊന്ന് ടെക്സ്റ്റൈൽസിൽ കയറി. കോടിമുണ്ടും പട്ടും കർമ്മത്തിനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. അത് അല്പം താമസിച്ചു പോയത്. കോടിമുണ്ടോ?
എന്തിന്? സീരിയസ് കാര്യമാണ്, പെട്ടെന്ന് എത്തണമെന്ന് ഇവിടുന്ന് കോള് വന്നിരുന്നു. എന്താ ഡോക്ടറെ, എന്തു പറ്റി? കണ്ടില്ലേ, ഉടൻ ഇവിടെ എത്തണമെന്ന് നമ്മൾ ഫോൺ വിളിച്ചു പറഞ്ഞില്ലേ? അങ്ങനെ എത്തിയതാ മകനും കുടുംബവും. അമ്മയ്ക്ക് മരണാനന്തര കർമ്മത്തിനുള്ള കോടിമുണ്ടുമായി. അത് കൊള്ളാം. അമ്മയുടെ മരണം ഇത്ര ആഗ്രഹിച്ച മക്കളാണോ? അപ്പൊ അമ്മ മരിച്ചില്ലേ? സംശയം വേണ്ട, ഞങ്ങൾ വിളിക്കാം. തുണിക്കട കയറി കാശും പോയി. ടീച്ചർ മരിച്ചു എന്ന് കരുതി ശവസംസ്കാര ചടങ്ങിനെത്തിയതാ മകനും കുടുംബവും. മുത്തശ്ശി, കിളവി ചത്തില്ലേ? ഇതാരാ? അളിയന ഗണേശൻ. കൊള്ളാം, ഇതിയാന്റെ ഒരു കുറവും കൂടെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതെ അതെ. ഇത് വാത്സല്യം എന്ന വൃദ്ധസദനം. ഞാൻ ഗോപികൃഷ്ണൻ, ഇവിടുത്തെ ഡോക്ടറാണ്. ഇവിടെ വരുന്നവർക്ക് ഇവിടുത്തെ അന്തരീക്ഷത്തോടൊക്കെ ഒരു ഇണക്കം വന്നാൽ, മനസ്സും ശരീരവും ഉണർവായ, ബന്ധുക്കളോടൊപ്പം വേണമെങ്കിൽ അവർക്ക് പോകാം. ടീച്ചർ അമ്മ ഇങ്ങ് വന്നേ. ടീച്ചർക്ക് എന്നെ മനസ്സിലായോ? മറക്കാൻ വഴിയില്ല. മുള്ളറങ്കോട് UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ഗോപു എന്ന ഗോപീകൃഷ്ണനാണ് ഞാൻ. ഈ ടീച്ചർ അമ്മയുടെ സ്വന്തം ഗോപു. അമ്മേ, അമ്മേ, കഞ്ഞി എടുത്ത് കുടിക്കണം കേട്ടോ. ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം. ഇന്ന് പഠിപ്പിച്ച പാഠഭാഗങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ? ആർക്കും സംശയമൊന്നുമില്ലല്ലോ? നാളെ പരീക്ഷയാണ്, എല്ലാവരും പഠിച്ചിട്ട് വരണം, ഫുൾ മാർക്ക് വാങ്ങണം. ഓക്കെ? ടീച്ചറേ, ഇന്ന് നീ ക്ലാസ്സിൽ വൈകിയാണല്ലോ ഇവിടെ വന്നത്. കൈ നീട്ട്. പോയിട്ടാ അവിടെ. ഗോപു, നീ ഭക്ഷണം കഴിക്കുന്നില്ലേ? ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ വന്നത്. വിശപ്പുമില്ല. ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു, ഗോപു സ്ഥിരമായി ഉച്ചഭക്ഷണം കഴിക്കാറേ ഇല്ലല്ലോ. അതല്ല ടീച്ചർ, ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ വയറ് നിറയെ കഴിച്ചിട്ട് വരുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് വിശക്കാറേ ഇല്ല. ഗോപുവിന് വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ടീച്ചർ. പിന്നെ എന്താണ് ഈ വിഷമം? ഇവൻ പഠിക്കാൻ മിടുക്കനാ ടീച്ചറെ, അതുകൊണ്ടല്ലേ ഇവനെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. നീ വാ. കഴിക്കുമോനെ. കൊണ്ടുവരുന്ന ഭക്ഷണം എന്നെ കൊണ്ട് കഴിപ്പിച്ചിട്ട് ടീച്ചർ വിശന്നിരിക്കുകയാണോ? നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വയറ് നിറയുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും. അതാണ് ഒരു സന്തോഷം. ഞാൻ എങ്ങനെ വേണ്ടപ്പെട്ടവനായി? ഗോപുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. ഇപ്പൊ ഗോപുവിന് എന്റെ മകന്റെ സ്ഥാനമാണ്. പോരെ? കേട്ടോ അമ്മേ, ശാരദ ടീച്ചറായിരുന്നു എനിക്ക് ചോറ് കൊണ്ട് തരുന്നത്. ടീച്ചർക്കത് ബുദ്ധിമുട്ടാകില്ലേ മോനെ? ഞാൻ മോനെ പോലെയെന്നാ ടീച്ചർ പറഞ്ഞത്. എന്റെ മോന് സന്തോഷായല്ലോ. അമ്മയ്ക്കത് മതി. ഞാൻ പഠിച്ച് നല്ല ജോലി വാങ്ങുമ്പോ ടീച്ചർക്ക് ഞാൻ സഹായിക്കും. ഗോപു എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഇന്നും താമസിച്ച ക്ലാസ്സിൽ വന്നതല്ലേ? അമ്മ ഇന്നും ആശുപത്രി കൊണ്ടുവരുന്നു, അതാ താമസിച്ചേ. ഗോപുവിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയും ഞാനും മാത്രം. അച്ഛനും തെങ്ങുകയറ്റമായിരുന്നു ജോലി. ഒരു ദിവസം തെങ്ങിന്ന് വീണ് അച്ഛൻ കിടപ്പിലായി. ബോധമില്ലാതെ 5 വർഷം കിടന്നു. ഞങ്ങളുടെ ബുദ്ധിമുട്ട് കാരണം അച്ഛന് സഹിച്ചില്ല. റേഡിയോയിലിട്ടിരുന്ന ബാറ്ററി തല്ലിപ്പൊട്ടിച്ച് കഴിച്ച് അച്ഛൻ ആത്മഹത്യ ചെയ്തു. പിന്നെ അമ്മ എന്നെ നോക്കിയത്. ഒരു ദിവസം തലചുറ്റി വീണ് ആശുപത്രിയിൽ പരിശോധന നടത്തിയപ്പോൾ 2 കിഡ്നിയും തകരാറിലായെന്ന് അറിഞ്ഞത്. ഇപ്പൊ അമ്മക്ക് ഞാനുണ്ട്, എനിക്ക് അമ്മയും. അപ്പൊ ഞാനോ? ഇത് ടീച്ചർ അമ്മ. എന്തോ സല്ലാപത്തിലാണല്ലോ ടീച്ചറും ശിഷ്യനും. ഞാൻ ഗോപുവിന്റെ വീട്ടുകാര്യങ്ങൾ ചോദിക്കുമായിരുന്നു. എന്നാൽ ഞാനും കൂടി കേക്കട്ടെ. അത് ടീച്ചറും കൂടിക്കോ.
ഇന്ന് ഗോപുവിന്റെ പിറന്നാളല്ലേ? അതെങ്ങനെ ടീച്ചർ അറിഞ്ഞു? ഞാനതൊന്നും ഓർക്കാറില്ല ടീച്ചറെ. ഈ ടീച്ചറമ്മയ്ക്ക് ഇപ്പം സ്വന്തം മക്കളെക്കാൾ ഇഷ്ടം ഈ ഗോപുവിനെയാണ്. മക്കളെക്കാലെന്നല്ല, മകൻ, എന്റെ സ്വന്തം മകനാണിവൻ. ഇത് ടീച്ചറമ്മയുടെ പിറന്നാൾ സമ്മാനം. ആ കോളടിച്ചെന്താ മോനെ? ഗോപുവിന് ഒരു ജോഡി നിക്കർ ഉടുപ്പുണ്ട്, പിന്നെ അമ്മയ്ക്കൊരു സാരി. നാളെ ഈ നിക്കർ ഉടുപ്പിട്ട് വേണം സ്കൂളിൽ വരാൻ. ശരി. നല്ല മണം. ഞാൻ പൊക്കോട്ടെ? ശരി. അമ്മ ഇത് കണ്ടോ? ടീച്ചർ തന്ന സമ്മാനമാ. ഇന്നെന്റെ പിറന്നാളാണെന്ന് ടീച്ചർ അറിഞ്ഞു. എനിക്ക് മാത്രമല്ല, അമ്മയ്ക്ക് സാരിയും ഉണ്ട്. ദേ അമ്മേ. അമ്മേ 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 എഴുന്നേക്കമ്മേ. അയ്യോ അമ്മേ എഴുന്നേക്കമ്മേ. അമ്മേ അയ്യോ അമ്മേ 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 എഴുന്നേക്കമ്മേ. അയ്യോ അമ്മേ എഴുന്നേക്കമ്മേ. അയ്യോ അമ്മേ. ചടങ്ങുകളൊക്കെ ഇന്നലെ തന്നെ കഴിഞ്ഞു. ഗോപുവിന്റെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. ഗോപുവിന്റെ ആരാ? ഞാൻ വകയിലൊരു അമ്മാവനാ. വിവരം അറിഞ്ഞപ്പോ തന്നെ ഞാനിങ്ങെത്തി. പണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. വലിയ ചടങ്ങുകൾക്കൊന്നും പോകുന്നില്ല. എനിക്കൊരു ഇഷ്ടിയ കളവുണ്ടേ, നിൽക്കാനും പറ്റില്ല. നമുക്ക് സ്കൂളിൽ നിന്ന് എന്തെങ്കിലും പിരിവെടുത്ത് സഹായിച്ചാലോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്യാവശ്യത്തിനുള്ള കാശൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. മോനെ, കരയില്ലേടാ മക്കളെ. ടീച്ചറെ, വിജയത്തെടുക്കാൻ നമുക്കാകില്ലല്ലോ. കരയില്ലേ? ആ, നടന്നു വാ മോനെ. ഗോപു, ഗോപു, എടാ നീ ടീസി മേടിച്ചോ? ഇവൻ ഒറ്റയ്ക്ക് പിന്നെ എങ്ങനെ താമസിക്കും? അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. ഗോപു പഠിക്കാൻ മിടുക്കനാ. ഇനിയിപ്പോ ചൂളയിൽ ഒരാളായിട്ട് നിൽക്കട്ടെ. ഇവനെ പഠിപ്പിക്കാനുള്ള പണം ഞാൻ അയച്ചു തരാം. കഴിയുന്നത്ര ഇവൻ പഠിക്കട്ടെ. മോൻ വിഷമിക്കണ്ട, നിന്നെ ഞാൻ പഠിപ്പിക്കാം. ടീച്ചർ അത്രയ്ക്ക് ബുദ്ധിമുട്ടണോ? ബുദ്ധിമുട്ടോ? ഇവന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ വരെ കൊടുക്കും. ടീച്ചർക്ക് നല്ലതേ വരൂ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് പാടാം. കരയല്ലേ ടീച്ചർ. പെറ്റമ്മയെ കാലിത്തൊഴുത്തിനേക്കാൾ ദുർഗന്ധമുള്ള പുരയിൽ ആഹാരവും വസ്ത്രവും മരുന്നുമില്ലാതെ ഈ അമ്മയോട് നിങ്ങൾ കാണിച്ച ക്രൂരത നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് കാണിച്ചാലോ? ടീച്ചർ പൊയ്ക്കോളൂ. കാണണമെന്ന് തോന്നുമ്പോ ഞാൻ വരും. വാ അമ്മേ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എടി നീ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. അമ്മയും കൂട്ടി ഞങ്ങൾ അങ്ങോട്ട് വരാം. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ അല്ലെന്ന്. ശരി ശരി, ഞാൻ വിളിച്ചോളാം. ശരി. ടീച്ചറെ, ഞാൻ എന്റെ മക്കളോടൊപ്പം പോകുന്നില്ല. ഈ ടീച്ചറമ്മ എന്റെ ഗോപുമോനോടൊപ്പം കഴിഞ്ഞോട്ടെ. ഇല്ല, ഞാൻ എന്റെ ടീച്ചറമ്മ ആർക്കും വിട്ടുകൊടുക്കില്ല. കേട്ടില്ലേ? താളം തെറ്റിയ ആ മനസ്സിന്റെ ആഗ്രഹം. മനസ്സുകൾ തമ്മിൽ അറിയണമെങ്കിലേ ഉള്ളിൽ അല്പമെങ്കിലും മനുഷ്യത്വം വേണം. ഞങ്ങൾ ഇനി അമ്മയെ പൊന്നുപോലെ നോക്കോളാം. എന്റെ അമ്മയെ പോലെ ഞാൻ നോക്കാം. എന്റെ അമ്മ എന്നൊരു വാക്കില്ല. എല്ലാ അമ്മമാരും നമുക്ക് തുല്യരാണ്. സ്വന്തം മക്കൾക്ക് കിട്ടാത്ത വാത്സല്യം ഈ ടീച്ചറമ്മ എനിക്ക് തന്നു. എല്ലാ മാസവും മുടങ്ങാതെ ഈ ടീച്ചറമ്മ അയച്ചിരുന്ന പൈസ കൊണ്ടാ ഞാനൊരു ഡോക്ടറായത്. അമ്മയുടെ സ്നേഹവും വാത്സല്യവും കിട്ടാൻ അർഹതയില്ലാത്തവരുടെ അടുത്തേക്ക് ഞാൻ എന്റെ ടീച്ചറമ്മയെ വിടില്ല.
ജീവിതയാത്രയിൽ ദൈവം തന്ന നിധിയാണ് ഈ ടീച്ചറമ്മ. എനിക്ക് വേണം എന്റെ ടീച്ചറമ്മയെ. ശരി ഡോക്ടർ, എന്നാ ഞങ്ങൾ ഇറങ്ങുന്നു. ശരി. അമ്മ വരൂ. പെയ്തൊഴിഞ്ഞ മഴയിൽ കാലം കാതോർത്തു നിന്നുമെന്നോ സ്വപ്നങ്ങൾ കണ്ടൊരാ അമ്മതൻ നെഞ്ചില കിളിക്കൊഞ്ചൽ വീ